ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ഫുഡ് നോക്കാവേ. അത് നല്ല കുഴിയുള്ളൊരു പാത്രം എടുക്കണം. അതിനകത്ത് പകുതിയോളം പഴങ്കഞ്ഞിങ്ങ് നിറച്ച്, പഴങ്കഞ്ഞി തലേന്നകത്ത് ചോറ്, വെള്ളം ഒഴിച്ചിട്ടിരുന്ന ചോറ് ഇട്ട് വെച്ച്, നല്ല കുഴിയുള്ള പാത്രം വേണം കേട്ടോ. എന്നാലും നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് പുരട്ടിയെടുക്കാനുള്ളതാണ്. ലാലേട്ടൻ പറയുന്ന കണക്ക് ഒരു ലാമ്പ് ഒരു മൂന്നണ്ട സാധനമായി ഇരിക്കുന്നത് കേട്ടോ. ആരും കൊതി വിടരുത്, നോക്കി കണ്ട് പഠിച്ചിട്ട് വേണ്ടവർ ചെയ്ത് കഴിച്ചു. പഴങ്കഞ്ഞിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയല്ലോ. പക്ഷേ ഇതിന് ഞാൻ പഴങ്കഞ്ഞി ചെയ്യാൻ തന്നെ കാരണം ഈ ചീനിയാണ്. എനിക്കിവിടെ മലയാളി കടയിൽ നിന്ന് ചീനി കിട്ടിയായിരുന്നു. ചീനി കിട്ടിയപ്പം ആദ്യം എടുത്ത തീരുമാനം പിറ്റേ ദിവസത്തേന് പഴങ്കഞ്ഞിയാക്കാന്നുള്ളതാണ്. രാത്രി ഞങ്ങൾ ചീനി വെച്ച് പിറ്റേന്നത്തേക്കും കൂടെ കുറച്ച് ബാലൻസ് വെച്ചിരുന്ന നല്ല പഴങ്കഞ്ഞിക്കകത്തങ്ങോട്ട് തലേ ദിവസത്തെ ചീനി 2 സ്പൂണിട്ട് കട്ട തൈര് കേട്ടോ. തൈരൊക്കെ ഇവിടെ സ്റ്റോക്കാണ്. കുടുകുടാന്ന് തൈരങ്ങ് മറിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തേക്കണം. അങ്ങ് കണ്ടു പറഞ്ഞും ചെയ്തോണം. ഇവിടെ പിന്നെ കാന്താരി മുളക് കിട്ടാനില്ലായിരുന്നു കേട്ടോ. പച്ചമുളക് ചേർത്തത്, പക്ഷെ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. നമ്മളൊട്ടും വിചാരിക്കേണ്ട എരിവുള്ളതാണ്. ഞാൻ ഇച്ചിരി ചീനിയും കൂടെ അതിനകത്തുള്ളത് ഞാനങ്ങ് വടിച്ചിട്ട് ചെയ്തങ്ങ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാത്രം കറിയാണ്. ഇവർക്കാർക്കും മീൻ കറിയൊന്നും കഴിക്കത്തില്ല, ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാറില്ല. പക്ഷേ ഈ ചീനിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇച്ചിരി മീൻ വാങ്ങിച്ചായിരുന്നു. നല്ല അയില അങ്ങോട്ട് കറി വെച്ചത്. അത് തലേന്നത്തെ അയിലക്കറി. ആ തല കണ്ട് കിടക്കുന്ന കിടത്ത ഞങ്ങൾ കൊല്ലംകാരുടെ ഒരു വികാരമാണ് മീൻ കറി. ഞാൻ കൊല്ലമല്ലയോ, അന്നേരം അതിൻ്റെ ആ ഒരു സ്നേഹമുണ്ട് മീൻ കറിയോട്. പക്ഷേ എൻ്റെ കെട്ടിയവനും കുട്ടിയും കഴിക്കത്തില്ല. ഞങ്ങളുടെ തലയും കൊട്ടെടുത്ത് മാറ്റി വെച്ച് നമ്മളിത് പുരട്ടുന്നതിനകത്താണ് കാര്യം ഇരിക്കുന്നത്. ഈ പഴങ്കഞ്ഞിയുടെ സ്വാദ് ഏറ്റവും കൂടുതൽ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് മുഴുക്കെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നതിനകത്താണ്. അതുകൊണ്ട് കൈ നല്ലതായിട്ട് കഴുകിക്കോണം. കൈ നല്ലതായിട്ട് കഴുകിയിട്ട് വേണം കലാപരിപാടിയൊക്കെ അങ്ങ് തുടങ്ങാൻ. നല്ല ചീനിയും തൈരും ആ മുളകും മീൻകറിയും എല്ലാം കൂടെ ഇട്ടങ്ങോട്ട് കുഴച്ചെടുക്കുന്നവരെടുപ്പില്ലയോ, അതിനകത്താണ് അതിൻ്റെ സ്വാദ്. എത്രത്തോളം ടേസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു കഴിക്കാനുള്ള രുചിയും എല്ലാം കൂടെ ചേർത്തിരിക്കും. ഞാനിത് കുഴയ്ക്കുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ല. ഈ കാണിച്ച ഈ ഉരുള ഞാൻ അന്നേരം തന്നെ അങ്ങ് വിഴുങ്ങി കേട്ടോ. വിഴുങ്ങിയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ അടുത്തെടുത്ത് കാണിച്ചത്. കാരണം എനിക്ക് എൻ്റെ കൺട്രോൾ കിട്ടിയില്ല. അതുകൊണ്ട് മീനിൻ്റെ അതങ്ങ് മാറിയിട്ട് തക്കാളിയായത്. നല്ല സ്വാദായിരുന്നു, ദോഷം പറയരുത്. നമ്മുടെ നാടനരിയായിരുന്ന മീൻ കറി അതുപോലെ തന്നെ കപ്പയെല്ലാം കൂടെ ആയപ്പോഴത്തേന് സെറ്റ്. എന്തായാലും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു അടിയടിച്ചിട്ടില്ല. അടിയടിച്ചെന്ന് വെച്ചാൽ വയറ് പൊട്ടുന്ന രീതിയിൽ കഴിച്ചിട്ടുണ്ട്. അടിപൊളി. ഇനി നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.